വടകര കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് യുവജന മാർച്ച് നടത്തി. മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ അരുൺ ഉദ്ഘാടനം ചെയ്തു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ശേഷം ഈ കേരളത്തിനകത്ത് ഓരോ ദിവസവും ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ കടന്നു വരികയാണ്. ഞങ്ങൾക്കുണ്ട് ഈ നിക്ഷേപം, ഇത് തരുന്നില്ല. എന്ത് തെമ്മാടിത്തരമാണ് ഈ കേരളത്തിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ലീഗും എക്കാലത്തും ഇതുപോലെയുള്ള സൊസൈറ്റികൾ ഉണ്ടാക്കി പണം തട്ടിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് നാം പലപ്പോഴും കണ്ടതാണ്. വയനാട് കോൺഗ്രസിന്റെ ജില്ലാ ട്രഷററാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. കാരണം എന്ത് സമീപനം സ്വീകരിച്ചു കോൺഗ്രസ്? എന്തും ചെയ്യാമെന്ന നില ഈ കേരളത്തിനകത്ത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ മരണമുണ്ടായിട്ട്, ഈ ഒരു അപകടമുണ്ടായി 6 മണിക്കൂറോളം മരണമൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് പോയില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഈ സമയം വരെയും ഈ വടകരയിലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ടോ? എന്താ UDF-നെ പേടിച്ചാണോ? നിങ്ങൾ നോക്കൂ, കേരളത്തിലെ പോലീസിന് ഒരു നിലപാടുണ്ടായിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വന്നപ്പോ 10 കൊല്ലം മുമ്പെയുള്ള പോലീസിനെയാണ് ഈ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ വടകരയിലെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും തിണ്ണ നിറങ്ങികളായി ഈ വടകരയിലെ പോലീസ് മാറണ്ട. നിങ്ങൾ നോക്കൂ, എന്ത് തെമ്മാടിത്തരമാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒരു നിലയിലും ഡിവൈഎഫ്ഐക്ക് ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നേരത്തെ ഇവിടെ സഖാക്കൾ പറഞ്ഞല്ലോ, ഇവിടെ ഡിവൈഎഫ്ഐ ഒരു തവണ സൊസൈറ്റിയിലേക്ക് മാർച്ച് നടത്തി. ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തി. ഒരു പിടി പിടിച്ചപ്പോ ഈ ബാരിക്കേഡിന്റെ ഒരു വശം ഇങ്ങോട്ട് പോന്നു,
അടുത്ത പിടിയിൽ ഈ പോലീസിന്റെ തലയിലായിരിക്കും ഈ ബാരിക്കേഡ് നിൽക്കുക. മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്താ കരുതിയത്? ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ ആലോചിക്കുന്നില്ല. അവസാനിപ്പിക്കണമെങ്കിൽ ഇതിന് മാന്യമായ സമീപനം സ്വീകരിക്കണം. ഇവിടെയുള്ള കോൺഗ്രസും ലീഗും പറയുന്നതിനനുസരിച്ച് ഇവിടെയുള്ള MP-യും MLA-യും എല്ലാം UDF ആണ്. അതുകൊണ്ട് എന്തും ചെയ്യാമെന്നതാണ് ഇവിടെ പോലീസിന് വേണ്ട. ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വരാനിടയായാൽ ഇതുപോലെ ആയിരിക്കില്ല ആ സമരം ഒരു ഒന്നൊന്നര സമരമായിരിക്കുമെന്ന് ഈ വടകരയിലെ പോലീസ് അറിയിച്ചോ. ഡിവൈഎഫ്ഐയെ ഓർമ്മയുണ്ടല്ലോ. പുതുക്കൻ പോലീസുകാർക്ക് ചിലപ്പോൾ ഓർമ്മ കാണില്ല. കുറച്ച് പ്രായമുള്ള പോലീസുകാരോട് അന്വേഷിക്കുന്നത് ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ കണ്ട മഷിപ്പുപ്പി സമരമല്ല ഡിവൈഎഫ്ഐ സമരം. മൂത്ത പോലീസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഈ കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ എന്താ, ഈ വടകരയിലെ ഡിവൈഎഫ്ഐ എന്താ? അതുകൊണ്ട് ഇനിയൊരിക്കൽ കൂടി ഞങ്ങളെ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കാതിരുന്നാൽ പോലീസിന് കൊള്ളാം. അതുകൊണ്ട് ഈ പ്രതികൾക്കെതിരെ മാന്യമായ നിയമ നടപടി സ്വീകരിക്കുന്നത് വരെ വലിയ പ്രക്ഷോഭം ഈ കോഴിക്കോട്ടങ്ങാടിയിലും ഈ വടകരയിലും ഡിവൈഎഫ്ഐ നടത്തും. നഷ്ടപ്പെട്ടത്